പ്രത്യേകിച്ചും 2026 സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മുതൽക്കും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ പ്രാദേശത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറും എന്നുള്ളതാണ് ഞങ്ങളൊരു പൊതു വിലയിരുത്തൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 11 വ്യത്യസ്തമായി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്ന ഏറ്റവും സകാരാത്മകമായ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വികസിത കേരളം എന്നുള്ള ഒരു അജണ്ട ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. കേരളം രൂപം കൊണ്ടിട്ട് 69 വർഷമായി. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നാം സപ്തതിയിലേക്ക് കടക്കുകയാണ്. ഈ കാലയളവിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിലോ കേരളം ആഗ്രഹിക്കുന്ന ഒരു വികസന മാതൃക തയ്യാറാക്കാനോ സമകാലിക ഇന്ത്യയുടെയും ലോകത്തിന്റെയും സാഹചര്യത്തിനനുസരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിലും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളും അവർ നേതൃത്വം കൊടുത്ത സർക്കാരുകളും പരാജയപ്പെട്ടു പോയ ഒരു പശ്ചാത്തലത്തിലാണ് വികസിത കേരളത്തെക്കുറിച്ചുള്ള പുതിയ ആശയം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, ശ്രമിക്കുന്നു. അതിന് തുടക്കമായിട്ടാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും വികസനത്തെ സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് വികസിത ഗ്രാമപഞ്ചായത്തുകളും വികസിത മുനിസിപ്പാലിറ്റികളും വികസിത കോർപ്പറേഷനുകളും സൃഷ്ടിക്കുന്ന ഒരു മാതൃക തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. വികസനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ കേരളത്തിലെ 2 മുന്നണികളും ബോധപൂർവം വിവാദമുണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കേരളത്തിന്റെ ഒരു പ്രശ്നം വിവാദങ്ങൾ അഭിനയിച്ചു പോകുന്ന മുന്നണികളാണ് കേരളത്തിലുള്ളത്. അത് LDF ആയാലും UDF ആയാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും വിവാദമുണ്ടാക്കുക, മുഖ്യധാരാ വിഷയങ്ങളെ ആ വിവാദ ചുഴിയിൽപ്പെട്ട് അകറ്റി നിർത്തുക, വിവാദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിശ്രമിക്കുക, ഇതൊക്കെയാണ് കേരളത്തിൽ സാധാരണ സംഭവിക്കുന്നത്. ഈ പ്രാവശ്യവും സമാനമായ രീതിയിലാണ് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോകാൻ LDFും UDFും പരിശ്രമിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് കേരളത്തിൽ ചർച്ച നടന്നാൽ സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടുക കഴിഞ്ഞ 11 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിൽ നൽകിയിട്ടുള്ള സഹായങ്ങളും സംഭാവനകളും, മോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 9 വർഷത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ഇത് വിലയിരുത്തപ്പെടുമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രയോജനം നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ഫലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി ലഭിക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് ബോധപൂർവം 2 മുന്നണികളും ഒരേപോലെ തീരുമാനിക്കുന്നു. അതുകൊണ്ട് വികസനത്തിന് പകരം വിവാദങ്ങൾ ഉണ്ടാക്കുക, മറ്റു പല വിഷയങ്ങളിലേക്ക് നിർത്തുക എന്നുള്ളത് ശ്രമിക്കുക. അതിൽ പോലും സത്യസന്ധമായ ഒരു സമീപനമല്ല LDFും UDFും കാണിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും ഒരു പരസ്പരം സഹായിക്കുന്ന സമീപനം LDFിന്റെയും UDFിന്റെയും ഭാഗത്തുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളിലും ഒരു പരസ്പരം സഹായിക്കുന്ന സമീപനം UDFിന്റെയും LDFിന്റെയും ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. ഇപ്പോ ശബരിമല വിഷയത്തിൽ
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT അന്വേഷിക്കുകയാണ്. പക്ഷേ ആ അന്വേഷണം ഏതാണ്ട് പത്മകുമാർ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SITയുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലും ആ ചോദ്യം ചെയ്യലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയുള്ള റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പത്മകുമാർ മാത്രമല്ല ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഈ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന് പത്മകുമാറിന്റെ മൊഴിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് ചോദ്യം ചെയ്യലിൽ പത്മകുമാർ പറഞ്ഞതായി നാം മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ച് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഫർദറായ നടപടി SITയുടെ ഭാഗത്തുണ്ടാക്കുന്നത്? സാധാരണ നിലക്ക് N വാസുവിൽ നിന്ന് പത്മകുമാറിലേക്കും പത്മകുമാറിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇത് എത്തേണ്ടതായിരുന്നില്ലേ? പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പത്മകുമാറിൽ ഇത് അവസാനിപ്പിക്കണം, ഈ അന്വേഷണം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SITയുടെ മുഖത്ത് വലിയ സമ്മർദ്ദമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. അത് ശബരിമലയിലെ ഈ പർട്ടിക്കുലർ സംഭവം മാത്രമല്ല, 2018 മുതൽ ശബരിമലയെ തകർക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പല പരിശ്രമങ്ങളെയും പിന്നാമ്പുറങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ പുറത്തു വരുമെന്നും അത് CPMന്റെ നേതൃത്വത്തിന്റെ പങ്കും വിശിഷ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ആളുകളുടെ പങ്കുമൊക്കെ പുറത്തു വരുമെന്നുള്ളതുകൊണ്ടാണ് ഇത് അന്വേഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ തൽക്കാലം പത്മകുമാറിൽ സ്റ്റോപ്പ് ചെയ്യാം, അതിന്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോകേണ്ടതില്ല എന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകും. SIT ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPMന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സമീപനം SIT അവസാനിപ്പിക്കണം. ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. അതല്ല എങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഇവരാരും ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെയൊക്കെ പുറകിലുള്ളത് അന്തർദേശീയ കള്ളക്കടത്ത് സംഘം, സ്വർണ്ണ കള്ളക്കടത്ത് സംഘം, പ്രത്യേകിച്ചും വിഗ്രഹങ്ങൾ കള്ളക്കടത്ത് നടന്ന അന്താരാഷ്ട്ര സംഘത്തിന് ഇതെല്ലാം റോളുണ്ട് എന്നാണ്. അപ്പോ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന്റെ ആളുകളാണോ N വാസുവും പത്മകുമാറും? അങ്ങനെയാണെങ്കിൽ അവരെ ഇതിനാരൊക്കെ സഹായിച്ചു? ഇതൊക്കെ വിളിച്ചിട്ട് വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് SITയുടെ അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ സമാന്തരമായി ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തിന് ഇപ്പോൾ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇനി കൂടുതൽ അന്വേഷണങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിക്ക് SIT കൊടുക്കുന്ന റിപ്പോർട്ടിൽ പോലും ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് SIT പിന്മാറണം, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത്, തുടരന്വേഷണം ഉണ്ടാവണം. ആ കാലഘട്ടത്തിലെ ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ SIT തയ്യാറാവണം. എങ്കിലേ ഇതിന്റെ പിന്നാമ്പുറങ്ങളെല്ലാം
വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിന്റെ പുറകിൽ ആരെല്ലാം പ്രവർത്തിച്ചു? ഒരു വലിയ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. ആ ഗൂഢാലോചന മുഴുവൻ പുറത്തു വരണമെങ്കിൽ അത്തരമൊരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വെച്ച് പ്രതിരോധിക്കാൻ വേണ്ടി CPM ശ്രമിച്ചാൽ അത് വിലപ്പോവുകയില്ല. അതിനാണ് CPM ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസുമായിട്ട്, പീഡന കേസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ തൽക്കാലം അത് മാഞ്ഞുപോകും എന്നൊരു വിശ്വാസത്തിലാണ് CPM. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒരു പുതിയ സംഭവം അല്ലാത്തതുകൊണ്ട് ശബരിമല കൊള്ള അതിന്റെ പേരിൽ തടയാൻ വേണ്ടി ഏതായാലും സാധിക്കില്ല. അങ്ങനെ ശ്രമം CPM നടക്കുന്നത്. ആ ശ്രമം വിലപ്പോവില്ല. ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ ഈ ക്യാമ്പയിനിൽ വികസനത്തോടൊപ്പം വിശ്വാസവും ജനങ്ങളുടെ അവകാശമാണ് എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ കേരളത്തിന്റെ വികസനത്തോടൊപ്പം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ളകൾ, അത് ശബരിമലയിൽ മാത്രമല്ല, ശബരിമല തൊട്ട് എല്ലാ ദേവസ്വം ബോർഡിന്റെയും കീഴിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡിന്റെയും കീഴിൽ നടക്കുന്ന വലിയ കൊള്ളയെക്കുറിച്ച് അതിന്റെ ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളുമായി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തടയിടാൻ CPM ശ്രമിച്ചാൽ ആ ശ്രമത്തിന് കോൺഗ്രസ് കൂട്ടുനിന്നാലും അത് വിലപ്പോവുകയില്ല. കേരളത്തിലെ ജനങ്ങളുടെ വികസനവും വിശ്വാസവും അവരുടെ അവകാശമാണ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനിങ്ങാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണ റിപ്പോർട്ട്, ഭാഗികമായ അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെയോ കോടതി കൊടുക്കുന്നവരെ അപ്പൊ സ്വാഭാവികമായും പത്മകുമാർ അവസാനിക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പത്മകുമാറിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന് SIT കൂട്ടുനിൽക്കരുത്. SIT ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. കാരണം പത്മകുമാറിൽ അവസാനിപ്പിച്ചാൽ പത്മകുമാറിന്റെ മൊഴിയുണ്ടല്ലോ. ആ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ N. വാസുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ പത്മകുമാറിന്റെ മൊഴി അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കനകമേശ്വരൻ എന്ന ചോദ്യം ചെയ്യാത്തത്? ചോദ്യം ചെയ്താലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള അതിൽ ശ്രമമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിയമപരമായിട്ടും ചോദ്യം ചെയ്യും, അല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യും. ശബരിമല വിഷയം വെക്കുമ്പോഴും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു വലിയ കേസിനെ അതിനെ ന്യായീകരിക്കണം, അല്ലെങ്കിൽ അതിനെ കണ്ടില്ല നടത്താനുള്ള താങ്കളുടെയും BJPയുടെയും പാർട്ടിയുടെ ഒരു നിലപാട്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ചെറിയ കേസാക്കി മാറ്റിയത് ഞങ്ങളല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എന്ന് പറഞ്ഞാൽ CPMഉം കോൺഗ്രസും തമ്മിലുള്ള ധാരണയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് ചില ഓഡിയോ ക്ലിപ്പുകൾ വന്നു, വാട്സപ്പ് ചാറ്റുകളെ മെസ്സേജ് വന്നു, സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിച്ചു, പീഡിപ്പിച്ചു, നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കി. ഇതെല്ലാം നേരത്തെ വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അന്ന് കേസെടുക്കാതിരുന്നത്? പരാതിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നിയമമനുസരിച്ച് എല്ലാ കേസുകളിലും വാദി നേരിട്ട് വന്ന്, പരാതിക്കാരൻ നേരിട്ട് വന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല. പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ, സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു FIR ഇട്ട് അറസ്റ്റ് ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ആ സമയത്തൊന്നും അറസ്റ്റ് ചെയ്തില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് അന്നൊന്നും സ്വമേധയാ പോലീസിന്റെ കേസിൽ, അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ട്, നമ്മുടെ മുന്നിൽ എത്രയോ ഉണ്ട്. പോലീസിന് സ്വമേധയാ കേസെടുക്കാം. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ഈ പരാതി നേരിട്ട് വന്ന് പറയുന്ന നിമിഷം വരെ സ്വമേധയാ കേസെടുക്കാതിരുന്നത്? അതെന്ത് ധാരണയാണ്? ഒന്ന്. രണ്ടാമത്, ഇനി കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീരപ്പെടണമല്ലോ. കേരള പോലീസിന് അദ്ദേഹം രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ.
4 ദിവസമായിട്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ അത്ര എളുപ്പത്തിൽ വിശ്വസിക്കും. കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ എത്തുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ആരുടെ തീരുമാനമാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താതുകൊണ്ടൊന്നുമില്ല. അദ്ദേഹം എവിടെയാണുള്ളത് എന്ന് പോലീസ് നന്നായിട്ടറിയാം. പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിലെത്തുന്നവരെ അവിടെ കിടക്കട്ടെ, അതാണ് തീരുമാനം. അതിങ്ങനെ എയറിൽ നിർത്തുകയാണ്. ഈ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കണം, കേസ് അന്വേഷിക്കണം, അദ്ദേഹത്തെ സഹായിച്ചത് ആരൊക്കെയാണ് എന്ന് ബോധ്യപ്പെടണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കിടക്കട്ടെ, അദ്ദേഹത്തെ സഹായിച്ചൊരു കോൺഗ്രസുകാരുണ്ടല്ലോ, എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഒളിവിലാണ്, അദ്ദേഹം റെസ്പോണ്ടിംഗ് ആണ്. ഒളിവിലാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരെല്ലാവരും കേരളത്തിലുണ്ട്. പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാറിൽ തിരുവനന്തപുരത്ത് വന്ന് മഞ്ജു ഒരു വക്കീലിനെ കണ്ട് തിരിച്ചു പോകുന്നവരെ കേരള പോലീസ് എന്താ ഉറങ്ങി? ഇതൊക്കെ ആരോട് പറയാനാണ്? അപ്പൊ അതുകൊണ്ട് പോലീസിനറിയാം, CPM എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്യാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു നാടകമാണ്. ആ നാടകം ഈ ഇരയായിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ സർക്കാരിന്റെ ആഗ്രഹമെങ്കിൽ നേരത്തെ ആവേണ്ടതായിരുന്നു. ഇപ്പോഴും ഈ കേസ് ഗൗരവത്തോടു കൂടിയല്ല പോലീസ് അന്വേഷിക്കുന്നത്. ഗൗരവത്തോടു കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നതെങ്കിൽ പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രി ഓഫീസിൽ ഈ യുവതി പരാതി കൊടുക്കുന്ന സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി പങ്കെടുക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രചരണ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്താണ് സ്ക്രോളിംഗ് വാർത്ത പോകുന്നത്. പോലീസിന് അറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിലുണ്ട്? അപ്പൊ അവിടുന്ന് ഈ രക്ഷപ്പെട്ടു പോകാൻ പോലീസ് അനുവദിച്ചത് പരാതി കൊടുത്താൽ, പരാതി കൊടുത്ത ഒരു മണിക്കൂറിനകത്ത് ADGPക്ക് പരാതി കൈമാറിയല്ലോ. അപ്പൊ പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടരാമായിരുന്നു. ഇതൊക്കെ പറയുമ്പോ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വെള്ളം കൂടാതെ വിഴുകിക്കൊള്ളുമെന്നൊന്നും സംസ്ഥാന ഗവൺമെന്റ് വിശ്വസിക്കരുത്, CPM വിശ്വസിക്കും. അതുകൊണ്ട് ഇതൊരു ധാരണയാണ്. ആ ധാരണയുടെ ബാക്കി പത്രം എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പരാതി വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പരാതി കിട്ടിയപ്പോൾ അത് കേസെടുത്ത് ആക്ഷനുമായി മുമ്പോട്ട് പോയി. അതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കോടതിയിൽ പോയി സുഖമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. ഇപ്പൊ വെളിയിൽ തന്നെയാണ്. ഇപ്പൊ ജയിലൊന്നുമല്ലല്ലോ, ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ. ബുധനാഴ്ച ജാമ്യഹർജി പരിഗണിക്കുന്നതേ ഉള്ളൂ. അതുവരെ വെളിയിലാണല്ലോ. എന്തിനാ അത്രയും സമയം കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സ്ത്രീ പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു, പരാതിയുടെ ആവശ്യമില്ല. കാരണം ഒരു യുവതിയുടെ ശബ്ദരേഖ വരുന്നു, അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നും നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്നും അവരുടെ ജീവനിൽ ഭീഷണിയുണ്ടെന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പിംഗ് വരുന്നു. ആ ഓഡിയോ ക്ലിപ്പിംഗിന്റെ ശബ്ദത്തിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കി, അതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കി പോലീസിന് സ്വമേധയാ കേസെടുക്കാം. അതിന് വകുപ്പുണ്ട്, എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ എടുക്കില്ല. അതാ ഞാൻ പറയുന്നത്, കേസെടുക്കലിന് താല്പര്യമില്ല. ഇപ്പോഴും ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് താല്പര്യമില്ല. പോലീസിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, തൽക്കാലം ചെയ്യേണ്ടതില്ല എന്ന് പോലീസിന് നിർദ്ദേശം കിട്ടിയില്ല. ഇല്ലെങ്കിൽ വഞ്ചൂർക്ക് വക്കീലിനെ കാണുന്ന സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അതെന്താ പോലീസ് അറിയാത്ത? അതൊക്കെ കേസിന്റെ ജെന്യൂനിറ്റി അനുസരിച്ചല്ലേ, ബലം ഉണ്ടാവില്ല. അതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. കേസിന്റെ ബലത്തിനനുസരിച്ചാണോ പോലീസ് കേസെടുക്കുക? ആണ് എങ്ങനെയാണോ? കേസിന് ബലം ഉണ്ടാവുക പോലീസ് FIR ഇട്ട് കേസെടുത്ത് പ്രതിയെ ചോദ്യം ചെയ്ത് തെളിവുകൾ സമാഹരിക്കുമ്പോഴാണ് കേസിന് ബലം ഉണ്ടാവുക. അല്ലാതെ ഒരു പരാതി എല്ലാ തെളിവുകളും കൃത്യമാക്കിയാണോ പരാതി കൊടുക്കുക? അത് പോലീസിന്റെ പണിയാണ് അന്വേഷിക്കേണ്ടത്. ഈ പെൺകുട്ടിയെ കണ്ടെത്തി അവരെ കൊണ്ട് 164 മൊഴി പിടിപ്പിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. അതൊക്കെ പോലീസിന്റെ പണിയാണ്. അത് പണി പോലീസ് എടുക്കണം. അങ്ങനല്ലേ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BJPയുടെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം ഇയാൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ, പൊതുചടങ്ങുകളിൽ പങ്കെടുക്കരുത് എന്ന് BJPക്ക് നിർദ്ദേശം നൽകുകയുണ്ട്. പാലക്കാട് നഗരസഭാ അധ്യക്ഷ തന്നെ പരിപാടിയിൽ പങ്കെടുക്കും. പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഭൂരിപക്ഷം
ആവശ്യപ്പെട്ടു. നേതൃത്വം നെടുമ്പാശ്ശേരിയിലെ നടപടി എടുത്തിട്ടുണ്ടോ? അല്ല, അതിന്റെ ആദ്യത്തെ ഭാഗം BJP-യുടെ ആത്മാർത്ഥത എന്ത് BJP-യുടെ ആത്മാർത്ഥത ഞങ്ങൾ എന്ത് ചെയ്യാനതിന്? ഞങ്ങളുടെ വാദിയല്ല പ്രതിയല്ല, ഞങ്ങൾ വാദിയല്ല പ്രതിയല്ല, പോലീസുമല്ല. പാലക്കാട് ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കാലുകുത്തിക്കില്ലെന്ന BJP പാലക്കാട് ഞങ്ങളല്ലേ സമരം ചെയ്തത്, വേറെ ആരും സമരം ചെയ്തത്? അന്ന് രാത്രി ഞങ്ങളല്ലേ സമരം ചെയ്തത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാല് കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് റീസൺലെസ്. കാല് കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാളെ കാലത്ത് വരുന്നു. അയാൾ MLA ആണ്, അയാൾ അവിടെ വരുന്നു. നാണവും മാനവും ഇല്ലാത്ത ആൾക്കാർക്ക് എവിടെയും വരാനോ? അയാൾ വരുന്നു. അയാൾ വരുന്ന സമയത്ത് പ്രതിഷേധിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. BJP MLA ഓഫീസിലേക്ക് നിരന്തരമായി മാർച്ച് നടത്തിയിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടി പങ്കെടുക്കാൻ സംബന്ധിച്ച് BJP-യുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളത് തള്ളിക്കളയുകയും അവരോട് വിശദീകരണം ചോദിക്കുകയും അവർക്ക് തെറ്റ് പറ്റിയതായിട്ട് അവർ സംസ്ഥാന നേതൃത്വം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളുടെ ആത്മാർത്ഥയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്, പാലക്കാട് മുനിസിപ്പാലിറ്റി ഔദ്യോഗികമായി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിലും ഞങ്ങൾ MLA പങ്കെടുക്കില്ല. ബൈ പ്രോട്ടോകോൾ അനുസരിച്ച് MLA പങ്കെടുപ്പിക്കേണ്ടതാണ്. മുനിസിപ്പാലിറ്റി 2 പരിപാടി, ഒന്ന് കേന്ദ്രമന്ത്രിമാരായിരുന്ന ജോർജ് വിജയൻ പങ്കെടുത്ത പരിപാടി, സുരേഷ് ഗോപി പങ്കെടുത്ത 2 ഒഫീഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ നോർമൽ പ്രോട്ടോകോൾ അനുസരിച്ച് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കേണ്ടത് സ്ഥലം MLA ആണ്. ഞങ്ങൾ ആ 2 ഔദ്യോഗിക പരിപാടിക്കും MLA പങ്കെടുപ്പിച്ചിട്ടില്ല. അതാണ് BJP-യുടെ നിലപാട്. ആ നിലപാട് പാലക്കാട് എല്ലാവർക്കും വ്യക്തമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചു വിളിപ്പിക്കുമെന്നാണ് കെ മുരളീധരൻ തോറ്റു പോകുന്നതായിരിക്കും. ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് ഞങ്ങൾ നോക്കിക്കോളാം. മുരളീധരൻ അല്ല, മുരളീധരൻ സ്വയം ടിക്കറ്റ് ഒന്നും കിട്ടുന്ന വിഷയം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് വേവലാതി മുരളീധരൻ? കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു വേവലാതി ഉണ്ടാവുന്നതാണ്. കോൺഗ്രസുകാർക്ക് നാണക്കേട് കൊണ്ട് തലയിൽ കൊണ്ടിടാതെ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസുകാർക്ക് പുറത്ത് കൊണ്ട് പഠിച്ചിട്ടുണ്ട് പറയുന്നത്. അതാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോ. അതുപോലെ ഈ നമ്മുടെ BJP-യുടെ ജനറൽ സെക്രട്ടറി S. സുരേഷിന്റെ വലിയൊരു ആരോപണം അടുത്തിലുണ്ടായിരുന്നു. പെരിങ്ങമല ബാങ്കുമായി ബന്ധപ്പെട്ട് 43 ലക്ഷം രൂപ വായ്പ എടുത്തു, അതിന് തിരിച്ചു കൊടുത്തില്ല, അടച്ചില്ല, കുടിശ്ശികയാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അദ്ദേഹം അതിനെ പ്രതികരിക്കാതെ പിൻവാങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടൊക്കെ അഭിപ്രായം പറയേണ്ടതല്ലേ? പിൻവാങ്ങുന്നവരും പ്രതികരിച്ചില്ലേ? അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാ മീഡിയയിലും വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം തന്നെ വിശദമായിട്ട് അതേ സംബന്ധിച്ചുള്ള ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം അദ്ദേഹത്തിന് ഉന്നയിച്ചപ്പോൾ തന്നെ അത് പ്രതികരിക്കാതെ ഇറങ്ങി പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ടുണ്ട്. വിശദമായിട്ട് എന്താണ് സംഭവിച്ചത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത വന്നതിന്റെ തൊട്ടുപിറ്റേ ദിവസത്തെ ചില വിഷ്വൽ മീഡിയ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യമുള്ളത്, അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ ബാങ്കിന്റെ ഭരണസമിതിയിൽ അദ്ദേഹം ഒരു 3 വർഷം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ആ ബാങ്കിൽ ആർക്കെങ്കിലും ലോണിന് ശുപാർശ കൊടുക്കുകയോ ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ ലോൺ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടെ ഒരു ചിട്ടിയിലും ചേർന്നിട്ടില്ല. ആ ബാങ്കിൽ ക്രമക്കേടുകളുണ്ട്, ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി ഉണ്ട്. അതിന്റെ പേരിലാണ് ആ ബാങ്ക് ഒഴിഞ്ഞു പോയത്. സ്വാഭാവികമായിട്ടും അതിന് ഡയറക്ടർ ബോർഡ് മെമ്പർമാരെല്ലാം ഉത്തരവാദികളാണ് എന്ന ഒരു നിരീക്ഷണം സംസ്ഥാന സഹകരണ വകുപ്പ് നടത്തുമ്പോൾ അതിൽ ഇടക്കാലത്ത് വരികയും രാജിവെച്ചു പോവുകയും ചെയ്തിട്ടുള്ള ആൾ എങ്ങനെയാണ് അതിൽ ബാധ്യതയാകുന്നത് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ഹൈക്കോടതിയിൽ സുരേഷ് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തപ്പോൾ ഹൈക്കോടതി പരിശോധിക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതാണ് അതിന്റെ പ്രൊസീജിയർ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ബാങ്ക് പൊളിഞ്ഞു പോയാൽ, ബാങ്ക് തകർന്നു പോയാൽ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ എല്ലാവരും അതിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണം എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാന സഹകരണ വകുപ്പിന് ഉണ്ടെങ്കിൽ അത് അവരൊന്നും പറയാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് പല ബാങ്കുകളിലും പണം കിട്ടാനില്ല. അപ്പൊ ഇനിയിപ്പോ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് വീതിച്ചത് കിട്ടിയാൽ മതി. കരുവന്നൂർ ബാങ്കിലെ പണം ഡയറക്ടർ ബോർഡ് മെമ്പർമാർ വീതിച്ചു കൊടുക്കും. നല്ലതാണ്, നല്ല തീരുമാനമാണ് സംസ്ഥാന സർക്കാർ. ആ തീരുമാനം പ്രാവർത്തികമാക്കണം. കരുവന്നൂർ ബാങ്കിലെ കോടിക്കണക്കിന് രൂപ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് വീതിച്ചു കൊടുക്കാൻ
ഒരു ഉത്തരവാദിത്തം നല്ലതാണ്. അത് എല്ലാ ബാങ്കിനും ആയിക്കോട്ടെ, അങ്ങനെ വിരോധമൊന്നുമില്ല. പക്ഷെ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ സുരേഷ് കോടതിയിൽ പോവുകയും സ്റ്റേ മേടിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഇപ്പൊ പൊടിതട്ട് വന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും നേരത്തെയുള്ള സംഭവമാണ്, ഇപ്പൊ പുതിയ സംഭവമല്ല, നേരത്തെയുള്ളതാണ്. അതുപോലെ ചില ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരിക. അത് അദ്ദേഹം നിയമപരമായിട്ട് നേരിടുന്നു. അല്ല, അതൊരു നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം സഹകരണ സ്ഥാപനങ്ങൾ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നത് ലോൺ എടുത്തിട്ടുള്ള ആളുകൾ തിരിച്ചു കൊടുക്കാതിരിക്കുക, വ്യാജ ലോണുകൾ ഉണ്ടാക്കുക. ഇപ്പൊ CPM-ന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളെല്ലാം തകർന്നത് വ്യാജ ലോണിന്റെ പേരിലാണ്. അപ്പൊ കരുവന്നൂർ ബാങ്കിന്റെ യഥാർത്ഥമായ പ്രശ്നം എന്താണ്? കരുവന്നൂർ ബാങ്കിൽ അവിടുത്തെ മെമ്പർമാരുടെ പേരിൽ CPM-ന് ചില ആളുകൾ വ്യാജ ലോൺ എടുക്കും, അതൊന്നും തിരിച്ചടച്ചില്ല. അവസാനം നോട്ടീസ് ഈ കൺസെന്റ് കക്ഷികൾക്ക് പോകുന്ന സമയത്താണ് അവർ അവരുടെ പേരിൽ ലക്ഷങ്ങൾ ലോൺ എടുക്കാൻ അവർ അറിയുന്നത്, ജപ്തിക്ക് പോകുമ്പോഴാണ്. അപ്പൊ വ്യാജ ലോണുകളും എടുത്ത ലോണുകൾ തിരിച്ചടക്കാതിരിക്കുന്നതുമാണ് സഹകരണ സ്ഥാപനങ്ങൾ തകർച്ചയ്ക്ക് ഉത്തരവാദിത്വം. അത് ഗൗരവത്തിൽ കേരളത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സഹകരണ നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നത്. അത് ഈ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പുതിയ സഹകരണ നിയമം കൊണ്ടുവന്നിട്ട് KYC നിർബന്ധമാക്കണമെന്ന് പറഞ്ഞു. KYC നിർബന്ധമാക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യം എതിർത്തത് കേരള ഗവൺമെന്റ് അല്ലേ, ഈ CPM അല്ലേ. KYC നിർബന്ധമാക്കുമ്പോൾ ഈ വ്യാജ ലോണുകൾ ഉണ്ടാവില്ല, യഥാർത്ഥമായിട്ടുള്ള ആളുകൾക്ക് ലോൺ കിട്ടുക. അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള പരിഷ്കാരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് സഹകരണ ബാങ്കുകളെ വരിഞ്ഞു മുറുക്കുകയാണ്. ഞങ്ങൾ വരിഞ്ഞു മുറുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. സഹകരണ ബാങ്കുകളിൽ ഉണ്ടാകുന്ന ഇത്തരം കൃത്രിമത്വങ്ങൾ അത് ഇല്ലാതാക്കിയാൽ മാത്രമേ സഹകരണ മേഖല മുമ്പോട്ട് പോവുകയുള്ളൂ. അതിന് നിയമം കൊണ്ടുവരുമ്പോൾ അത് എതിർക്കുന്ന നിയമക്കാണ്. കാരണം CPM-ന്റെ നേതാക്കന്മാരാണ് ഇങ്ങനെ വ്യാജ ലോൺ എടുത്തുകൊണ്ട് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നത്. അത് അവർക്ക് ഈ തടയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അത് ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ദേശീയ സഹകരണ നിയമത്തിൽ കർക്കശമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൂടി തയ്യാറായി. കാരണം സഹകരണം എന്നുള്ളത് കേന്ദ്രം മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല, കേരളം കൂടി തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അത് ഫോളോ ചെയ്യാൻ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം കേരളം സഹകരണ രംഗത്ത് ഏറെ മുമ്പോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. ആരോഗ്യകരമായ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉള്ളൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് സഹകരണ മേഖല തകരാൻ പാടില്ല. അത് തകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊപ്പോഷൻ എടുക്കാനാണ് ഇത്തരം നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. അതിനോട് സഹകരിക്കുകയാണ് സംസ്ഥാനം ചെയ്യുന്നത്. സഹകരണ സംഘ വിഷയത്തിൽ സുരേഷിന്റെ വിശദീകരണം കേട്ടു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിന്റെ വിശദീകരണം കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. ഇത് 43 ലക്ഷം രൂപ അദ്ദേഹം അടയ്ക്കേണ്ടത്. മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവന, താൻ വായ്പ എടുക്കുകയോ വായ്പ എടുക്കാൻ ആരെങ്കിലും ശുപാർശ നൽകുകയോ ചെയ്തിട്ടില്ല, അത് ഖണ്ഡിക്കുന്നത്, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അദ്ദേഹം 2013-14 വായ്പ എടുത്തിട്ടുണ്ട്. 25,000 1 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ അദ്ദേഹം തിരിച്ചടച്ചത് വർഷങ്ങൾക്ക് ശേഷമാണെന്നുള്ള രജിസ്റ്റർ ബുക്കിന്റെ പകർപ്പാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അദ്ദേഹം ആ ചെയ്ത് ശരിയാണോ എന്നുള്ളത്. തിരിച്ചടച്ചതല്ലേ എല്ലാം അടച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കുടിശ്ശിക എത്ര വർഷത്തിന് ശേഷമാണ് അടച്ചു തുടങ്ങിയത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. കോടതിയിൽ പോയിട്ട് അദ്ദേഹം സ്റ്റേ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ കോടതി പരിശോധിക്കുന്ന സമയത്ത് കോടതി ഒരു കേസുണ്ടായി കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി പരിശോധിക്കുമല്ലോ. ഇദ്ദേഹം ലോൺ എടുത്തിട്ടുണ്ടോ, ലോൺ തിരിച്ചടച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിന് കുടിശ്ശികയുണ്ടോ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ബാധ്യത, ആ ലയബിലിറ്റിക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രയർ കോടതി. അപ്പോ ആ ലയബിലിറ്റിക്ക് ഞാൻ ഉത്തരവാദിയില്ല എന്ന് പ്രയർ ഇദ്ദേഹം കോടതി മുമ്പാകെ വെക്കുമ്പോ കോടതി പരിശോധിക്കുമല്ലോ ഇദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. അത് പരിശോധിച്ച് പറയട്ടെ, അപ്പോഴാണ് അത് വ്യക്തമാകുന്നത്. 3 വർഷം കൊണ്ട് അദ്ദേഹം രാജിവെച്ചല്ലോ. അതിന് കോടതിയിലാണല്ലോ. ഞാൻ പറയുന്നത് കോടതിയെ പരിശോധിക്കട്ടെ. ഞങ്ങളതിൽ വേറെ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. കാരണം ഇതൊന്നും BJP-യുടെ ബാങ്കുകളല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതൊന്നും BJP സംഘടനാപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്കുകളല്ല. ഇതെല്ലാം BJP-യുടെ പ്രവർത്തകരോ നേതാക്കന്മാരുമായിരിക്കും. അവർ അവരുടെ സ്വകാര്യ തീരുമാന പ്രകാരം ആരംഭിച്ചിട്ടുള്ള ബാങ്കുകളാണ്. ഇതിലൊന്നും BJP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ ഞങ്ങളുടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ഒരു ഏർപ്പാട് BJP-യെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന്റെ ലാഭവും നഷ്ടവും അവർ തന്നെയാണ് സഹിക്കേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രകടനപത്രിക ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഒളിമ്പിക്സിന്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. വലിയ വിമർശനങ്ങളും കോൺഗ്രസും CPM-ഉം നടത്തുന്നുണ്ട്. എന്റെ അടിസ്ഥാനത്തിലാണ് ആ വാദം BJP ഉന്നയിക്കുന്നത്. ആ അവകാശവാദം കേവലം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് പ്രചാരണം മാത്രമെന്നാണ് പറയുന്നത്. അതിന് അവർ നൽകുന്ന മറുപടി, അഹമ്മദാബാദിൽ ഒളിമ്പിക്സ് നടത്തുന്നതിന് വേണ്ടിയുള്ള ലെറ്റർ ഓഫ് ഇന്റന്റ് അടക്കം സൈൻ ചെയ്ത് കേന്ദ്ര സർക്കാർ IOC-ക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നൽകിയതിനു ശേഷം പിന്നെ എന്തിനാണ്
തിരുവനന്തപുരത്ത് ജനങ്ങളെ പറ്റിക്കുന്നതെന്നാണ് ചോദ്യം. ഈ ശിവൻകുട്ടി എന്ന് ചോദിച്ചത് ശിവൻകുട്ടിക്ക് ഒന്നും ചിന്തിക്കണം. ഞങ്ങൾ തിരുവനന്തപുരം ജനങ്ങളെ മുമ്പാകല്ലേ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്നവരല്ലേ. ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത് നടപ്പിലാക്കും. ഞങ്ങൾ കൊടുത്ത എന്ത് വാഗ്ദാനം നടപ്പിലാക്കാത്ത CPM പോലെയാണ് BJP. സാധിക്കുന്ന കാര്യം ഞങ്ങൾ പറയാറുള്ളൂ. ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വന്നാൽ അത് ഏതെങ്കിലും ഒരു നഗരത്തിൽ മാത്രമല്ല നടക്കുന്നത്. അങ്ങനെയാണോ സാധാരണ? ഇന്ത്യയിൽ ഒരു നഗരത്തിൽ മാത്രം ഒളിമ്പിക്സ് നടത്താൻ സാധിക്കുകയില്ല. ഒരുപാട് സ്റ്റേഡിയങ്ങൾ വേണം. ഒരുപാട് പ്രധാനപ്പെട്ട നഗരങ്ങൾ നടക്കും. അതിന്റെ കേന്ദ്രബിന്ദു ഒരുപക്ഷെ അഹമ്മദാബാദായിരിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം ഒളിമ്പിക്സ് വേദികളാകുന്ന ധാരാളം നഗരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും. അതിലൊന്ന് നമ്മുടെ തിരുവനന്തപുരമാകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ അതിന് പരിശ്രമിക്കും. കാരണം 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരുമ്പോൾ ഈ രാജ്യം ഭരിക്കുക BJP തന്നെയായിരിക്കും. അപ്പൊ തിരുവനന്തപുരത്ത് വരണോ കൊണ്ട് ഞങ്ങൾക്ക് തന്നെ ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. ശിവൻകുട്ടിക്ക് സാധിക്കല്ലോ. 2036 ആകുമ്പോൾ ശിവൻകുട്ടിയുടെ പാർട്ടി കേരളത്തിൽ പഞ്ചായത്ത് ഭരണം ഭരിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക. ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം ജനങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നടപ്പിലാക്കുകയും പ്രധാനപ്പെട്ട വേദി അഹമ്മദാബാദ്, വേദികളിലൊന്നും തിരുവനന്തപുരം. ഒളിമ്പിക്സിന്റെ സ്വഭാവം എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിലും ഒളിമ്പിക്സിനെ ക്ഷണിച്ചിട്ടുണ്ട്. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ അതിനൊരു വേദി തിരുവനന്തപുരമാകാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറയും. ബാക്കി അതിന്റെ ഷെഡ്യൂളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 2036 ഭാരതം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വേദി തിരുവനന്തപുരമാകണമെന്നാണ് കേരള BJPയുടെയും തിരുവനന്തപുരം BJPയുടെയും ആഗ്രഹം. ആ വാഗ്ദാനം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. ജനങ്ങൾ അത് സ്വീകരിക്കുന്നു. ആ വാഗ്ദാനം പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായിട്ടില്ല. ഇന്ത്യ തന്നെയാണ് കൺഫേം ആയിട്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഭാരതം സ്വാഗതം ചെയ്തു. 2036 ഒളിമ്പിക്സിന്റെ വേദി ഭാരതമാണെങ്കിൽ അതിലൊരു വേദി തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും അത് ക്ലിക്കായിട്ടുണ്ടല്ലേ? അത് മതി. അത്തരം വാഗ്ദാനം കൊടുക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എങ്ങനെ സാധിക്കും? PM-നെ ഇവിടെ കൊണ്ടുവരുന്നൊക്കെ പറയാം. BJPയുടെ ജയിച്ചു 45 ദിവസം PM വരും, ഇവിടെ നഗരസഭയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നൊക്കെയാണ് BJP പറയുന്നത്. അത് മേയർ പോലെയെന്ന് LDF ചോദിക്കും. അതിനെന്തിനാണ് പ്രധാനമന്ത്രി? നഗരസഭയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനല്ലോ പ്രധാനമന്ത്രി. തിരുവനന്തപുരം ഈ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലസ്ഥാന നഗരിയാക്കി ഞങ്ങൾ മാറ്റും. ക്യാപിറ്റൽ സിറ്റി. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി അല്ല. അതുകൊണ്ട് രാജ്യത്തിനാകെ മാതൃകയാകാൻ സാധിക്കുന്ന വികസന നഗരമായിട്ട് തിരുവനന്തപുരം നഗരത്തെ മാറ്റും. അതിന്റെ പ്രഖ്യാപനത്തിന് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അത് പറഞ്ഞു. ഇവർക്ക് പ്രധാനമന്ത്രിമാരില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യും? പ്രഖ്യാപിക്കും. ആവശ്യത്തിനായി ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകുന്നില്ല. പ്രതിപക്ഷം വലിയ പ്രശ്നമുണ്ടാക്കാൻ ഇവിടെ SIR വഴി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് BJP അല്ല, കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്യുക? കാരണം കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ SIR നടപ്പിലാക്കുന്നത്. SIR നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണെങ്കിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചുകൊണ്ടാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് SIR-നെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ആശങ്ക പാർലമെന്റിൽ ചർച്ച ചെയ്യാം. അത് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെയും പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ഇന്ന സമയത്ത് തന്നെ ചർച്ച ചെയ്യുന്നത് പറയുന്നത് ഈ നടപ്പ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ SIR-നെ സംബന്ധിച്ച് കേരളത്തിൽ ഇവർ നടത്തുന്ന പ്രചരണത്തിന് അസ്ഥാനത്താണ് എന്ന് ഇന്നലെ കോടതി ബോധ്യമായല്ലോ. ഇന്നലെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ കൊടുത്തനുസരിച്ച് ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് SIR-ന്റെ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നില്ല. ഇതായിരുന്നു ഇവിടെ വാദം. ആ വാദമാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഉന്നയിച്ചത്. ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ കുറിച്ചുള്ള സത്യപ്രതിജ്ഞ പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും SIR പങ്കാളിത്തമില്ല. അത് ഉദ്യോഗസ്ഥന്മാർ വേറെയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഡ്യൂട്ടിയുള്ള ആളുകളുണ്ട്. രണ്ടും രണ്ടായി നടക്കുന്നു. അങ്ങനെയാണല്ലോ ഇന്നലെ സുപ്രീം കോടതി നിലപാടെടുത്തിട്ടുള്ളത്. രണ്ടാമത്, എന്തിനാണ് ഇവർ SIR-നെ ഭയപ്പെടുന്നത്?
രാജ്യത്ത് വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നുള്ള ആവശ്യം മുമ്പോട്ട് വെച്ചത് INDA മുന്നണിയല്ലേ, ഇന്ത്യ മുന്നണിയല്ലേ. രാഹുൽ ഗാന്ധിയാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം നടത്തിയത്. അതിന്റെ ആസ്പദമാക്കിയിട്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിനാണ്, എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് എതിർക്കുന്നത്? അപ്പൊ രാജ്യത്ത് ഒരു കാര്യവും നടക്കാൻ പാടില്ല. വ്യാജ വോട്ടർമാര് ഉണ്ടാവണം, കള്ള വോട്ടുണ്ടാകണം. ഇത് ആഗ്രഹിക്കുന്നവരാണല്ലോ SIR എതിർക്കുന്നത്. ഞങ്ങൾക്ക് വ്യാജ വോട്ടിന്റെയും കള്ള വോട്ടിന്റെയും ആവശ്യമില്ലാത്തതുകൊണ്ട് SIR BJP സ്വാഗതം ചെയ്തു. ഞങ്ങൾ ഒറിജിനൽ വോട്ടർമാരെ വോട്ടുമാണ്, ഇവരെ പോലെ വ്യാജ വോട്ടർമാരെ വോട്ടിനാണ് ഇത്. അതുകൊണ്ട് അത് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ ഭാഗത്തോടു കൂടി മാത്രമല്ല, ഒരു കാര്യം കൂടി ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു, ഇവർ ആധാർ നിർബന്ധമാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞല്ലോ, ആധാർ എന്നുള്ളത് വോട്ട് ചെയ്യാനുള്ള ഉപാധിയല്ല. കാരണം നുഴഞ്ഞുകയറ്റക്കാർക്കടക്കം ആധാറുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. BJP മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് മ്യാൻമാറിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ബീഹാറിലെ വോട്ടർ പട്ടികയിൽ മ്യാൻമാർ അഭയാർത്ഥികൾ ഉണ്ടായിരുന്നു, അവരെങ്ങനെയാണ് ഇന്ത്യയിൽ വോട്ടർമാരാകുക? ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർ എങ്ങനെയാണ്? ഇപ്രാവശ്യം പശ്ചിമ ബംഗാളിലെ ഒഴിവാക്കപ്പെട്ട നിരവധി ആളുകൾ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരാണ്, അവരെങ്ങനെയാണ് ഇന്ത്യയിൽ വോട്ടർമാരാകുക? അത്തരം ആളുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ രാജ്യത്ത് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഈ രാജ്യത്തിലെ പൗരന്മാരാണ് വോട്ട് രേഖ. ഈ കോൺഗ്രസ് ഉന്നയിച്ച വാദം പൗരത്വവും വോട്ടവകാശവും രണ്ടും രണ്ടാണ്. അതെങ്ങനെയാണ്? എനിക്ക് ആ ലോജിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ അർത്ഥത്തിലാണ്? പൗരന്മാരല്ലേ വോട്ട് ചെയ്യേണ്ടത്? പൗരത്വവും വോട്ടവകാശവും രണ്ടും രണ്ടല്ല. പൗരത്വം ഉള്ളവർക്കേ വോട്ടവകാശമുള്ളൂ. ലോകത്തിലെവിടെയെങ്കിലും ആ രാജ്യത്തിന്റെ പൗരത്വം ഇല്ലാത്തവർക്ക് ആ രാജ്യത്ത് വോട്ടവകാശമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ വിചിത്രമായിട്ടുള്ള വാദം ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. അതെല്ലാം കോടതിയിൽ പരാജയപ്പെട്ടു പോയത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോ ഈ മസാല ബോണ്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും ED വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സാധാരണ CPM പറയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പ്രതിഭാസമാണ് EDയുടെ വരവ്. കോൺഗ്രസും പറയുന്നത് ഇത് വെറും കളിയാണ്, രണ്ടുപേരുടെ കളിയാണ്. അപ്പൊ നോട്ടീസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള സമ്മതിക്കുന്നു. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ നോട്ടീസ് കൊടുത്താൽ BJP നോട്ടീസ് അയക്കുന്നത്, ED നോട്ടീസ് അയക്കുന്നത്. ആ ED പരിശോധന അടിസ്ഥാനത്തിൽ അവർ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടല്ലോ നോട്ടീസ് അയക്കുന്നത്. അവര് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ED ആരോപണം ഉന്നയിച്ചിരുന്നു. നേരത്തെ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചതാണ്. തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിട്ട് തോമസ് ഐസക്ക് കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേ മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും അത് പരിശോധിച്ചു. ആ പരിശോധന അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഇവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുക. ഇവരെ പ്രതികളാക്കുന്നതല്ലോ ചെയ്തിട്ടുള്ളത്. ആ കേസിലെ അന്വേഷണത്തിൽ ഇവരെ മൊഴി കൂടി വേണം. ഇവരോട് മൊഴി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ പ്രതിയാക്കി ചേർത്തിട്ടൊന്നുമില്ലല്ലോ. ഇത് സർക്കാരിന്റെ വിശദീകരണം എന്താണ്? ഇത് ആ കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി, അതിന്റെ താഴെയുള്ള ആളാണ് ധനകാര്യമന്ത്രി. അപ്പൊ അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കണ്ടേ ED? അതിന് പകരം ഞങ്ങൾ ഇതൊന്നും പറയില്ല എന്ന് ഇവർക്ക് ഇവരുടെ കയ്യിലൊന്നും ഒളിക്കാനെങ്കിൽ ഇവർക്ക് പോയി പറയുന്നതിന്റെ കുഴപ്പം. അപ്പൊ ഒളിക്കാറുണ്ട്. കാരണം EDയുടെ പല ചോദ്യങ്ങളും ഇവർക്ക് ഉത്തരവില്ല. ഇവര് ആദ്യം പറഞ്ഞത് കിഫ്ബി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമില്ലാത്ത ഫണ്ടാണ് എന്നാണ്. അതാണ് CAG ചോദ്യം ചെയ്തത്. ഓഡിറ്റ് പാടില്ല, CAGയുടെ ഓഡിറ്റിങ്ങിന് കിഫ്ബി ഫണ്ട് ബാധകമാവില്ല എന്നായിരുന്നു ഇവർ പ്രചരിപ്പിച്ചത്. അത് CAG ചോദ്യം ചെയ്തപ്പോൾ അത് കുറഞ്ഞു പോയി. കാരണം സംസ്ഥാന സർക്കാരിന്റെ ജാമ്യത്തിലാണ് എല്ലാ ബോർഡുകളും ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് CAG അത് പരിശോധിക്കാതിരിക്കുക? ആ വാദം പോയി. ഇപ്പോ രണ്ടാമത്തെ വാദം പ്രശ്നമുണ്ടായിരുന്നത് ഈ കിഫ്ബിയിൽ ഇവർ സമാഹരിച്ച തുക കൂടുതൽ പലിശക്കാണ്. 9.72% പലിശക്കാണ് ലണ്ടനിൽ പോയിട്ട് ഇവർ വായ്പ മേടിച്ചത്. ഇന്ത്യക്കകത്തുള്ള ധാരാളം ധനകാര്യ ഏജൻസികൾ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം ധനകാര്യ ഏജൻസികൾ 7% പലിശക്ക് സഹായം കൊടുക്കാൻ തയ്യാറായിരുന്നു. അത് വേണ്ട എന്ന് വെച്ചിട്ട് 9% മേലെ പലിശക്ക് ലണ്ടനിൽ പോയിട്ട് ഈ പണം മേടിച്ചതിന്റെ കമ്മീഷൻ, ആ കമ്മീഷൻ എവിടെ പോയി? എന്തിനാണ് കൂടുതൽ പലിശക്ക് കടം മേടിച്ചത്? ഈ ചോദ്യം വീണ്ടും ചോദിച്ചു. അതിന് ഉത്തരവില്ല. ഇപ്പൊ ഈ നോട്ടീസ് പുതിയൊരു വിഷയമാണ്. ഇപ്പോഴത്തെ നോട്ടീസ് എന്ന് പറയുന്നത് പരിശോധന ഒരു കാര്യം കൂടി EDക്ക് ബോധ്യമായി. ഇവർ ഇത് ഉപയോഗിച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമില്ലാത്ത ഏജൻസിയാണ് കിഫ്ബി എങ്കിൽ കിഫ്ബിക്ക് ഭൂമി വാങ്ങാൻ അവകാശമില്ല. സംസ്ഥാന സർക്കാരിന് വാങ്ങാം. കാരണം ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ആദ്യം ഇവരെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല എന്ന് പറയുക, കിഫ്ബി സ്വതന്ത്ര ഏജൻസിയാണെന്ന് പറയുക. രണ്ടാമത് ആ സ്വതന്ത്ര ഏജൻസിക്ക് ഭൂമി വാങ്ങാൻ അധികാരമില്ല എന്ന് ED പറയുമ്പോൾ അപ്പൊ പറയുന്നു അത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഇത് ഈ ചോദ്യങ്ങൾക്കെല്ലാം EDക്ക് ഉത്തരം കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ഉത്തരം തരണ്ട, EDക്ക് കൃത്യമായി ഉത്തരം കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ.